ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2025 ആദ്യ മേജർ മലയാളം റിലീസസിൽ ഒന്നായിട്ട് അഖിൽ പോൾ, അനാസ് ഖാൻ എന്നിവരുടെ രചനയിലും സംവിധാനത്തിലും ടൊവിനോ, തൃഷ, വിനയ് റോയ്, ഷമി തിലകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഐഡന്റിറ്റി ജാൻ 2 റിലീസായല്ലോ. ഇന്നലെയാണ് ചിത്രം കാണാൻ കഴിഞ്ഞത്. ആൻഡ് ചിത്രത്തിനെ പറ്റിയുള്ള തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. കം. ഓക്കെ, 2020 ടൊവിനോ തന്നെ ലീഡ് റോളിലെത്തിയ അഖിൽ പോൾ ആൻഡ് അനാസ് ഖാന്റെ തന്നെ ഡയറക്ടോറിയലായ സൈക്കോളജിക്കൽ ത്രില്ലർ ഫോറൻസിക് സീരിയൽ കില്ലർ മൂവീസ് ഒരു ട്രെൻഡായി നിൽക്കുന്ന സമയത്താണ് എത്തിയത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആകാതെ പോയൊരു സിനിമയാണ്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള വിഷൻ മികച്ചു നിൽക്കുമ്പോഴും അതിനുവേണ്ടി ഡെപ്ത് ആൻഡ് കണക്ഷൻ ഫീൽ ചെയ്യിക്കാത്ത തരം ക്യാരക്ടേഴ്സും സംഭവങ്ങളുമാണ് അന്ന് ആ ചിത്രത്തിന്റെ പോരായ്മകളായിട്ട് തോന്നിയത്. എങ്കിലും ഐഡന്റിറ്റിയിലേക്ക് വരുമ്പോൾ പുറത്തു വന്ന ഗ്ലിംസസ് ആൻഡ് ട്രെയിലറിൽ നിന്നൊക്കെ കൂടുതൽ മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർ ആക്ഷൻ ത്രില്ലർ എന്ന എക്സ്പെക്ടേഷൻസ് തരാനും എന്തായിരിക്കും ചിത്രത്തിൽ കാണാൻ പോകുന്ന എലിമെന്റ്സ് എന്നൊരു ആന്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് ഒരിക്കൽ കൂടി സാധിച്ചിരുന്നു. ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷേ ഫോറൻസിക്കിലും മികച്ചൊരു ചിത്രമായി തന്നെ തോന്നിയെങ്കിലും വീണ്ടും കുറച്ചൊക്കെ സെയിം ഇഷ്യൂസ് തന്നെയാണ് ഫീൽ ചെയ്തത്. അതായത് കൂടുതൽ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഐഡിയാസ്, വളരെ ആംബിഷ്യസ് ആയ തരം മേക്കിംഗ്, സ്ട്രോങ് ആയ ഒരു പ്രിമൈസ്, ഇവയെല്ലാം തന്നെ മുന്നിലേക്ക് വെക്കുമ്പോഴും ഇവയെല്ലാം നമുക്ക് കണക്ട് ആവുന്നുണ്ടോ എന്ന പ്രശ്നം ഇവിടെയും തോന്നി. വിഷ്വൽസിലൂടെയും ഇമോഷൻസിലൂടെയും നമുക്ക് കിട്ടേണ്ട ആ ഒരു പെർസെപ്ഷൻ, പറയാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ്സ് കൂടിപ്പോയത് കാരണം ഓരോന്നായി നമ്മളെ പിടിച്ചിരുത്തി എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട തരത്തിലൊരു തോന്നലാണ് ഉണ്ടായത്. ഒരു മർഡർ കേസിലെ സസ്പെക്ടിന്റെ സ്കെച്ച് തയ്യാറാക്കാൻ പോലീസ് ഹരൺ ശങ്കർ എന്ന വ്യക്തിയെ സമീപിക്കുന്നതും എന്നാൽ അദ്ദേഹം വരയ്ക്കുന്ന രേഖാചിത്രം കേസിന്റെ സങ്കീർണതകൾ വർദ്ധിപ്പിക്കുന്നതുമാണ് പെട്ടെന്ന് പറഞ്ഞ ചിത്രത്തിന്റെ പ്ലോട്ട്. ഈ ഒരു സിമ്പിൾ ത്രെഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ട കമ്പോണൻസും വളരെ കൺവിൻസിംഗ് ആയി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്രൈമിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ, ഹരൺ ശങ്കറിന്റെ സ്കെച്ചിങ് എബിലിറ്റീസിനുള്ള കാരണങ്ങൾ, അങ്ങനെ ആവശ്യത്തിനുള്ള ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ ഇവയിൽ നിൽക്കാതെ കഥ മുന്നോട്ട് പോകുന്തോറും ആഡ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ആണ് ഒരു പരിധി കഴിയുമ്പോൾ കാര്യങ്ങൾ കൺഫ്യൂസിംഗ് ആക്കുന്നത്. പക്ഷെ കൺഫ്യൂസിംഗ് എന്ന് പറയുമ്പോൾ ഒരു മൈൻഡ് ഫക്ക് അല്ലെങ്കിൽ ബ്രെയിൻ വാഷിംഗ് മൂവിയാണ് എന്നൊന്ന് കരുതരുത്. ഐഡിയാസ് കൊണ്ട് ഓവർ സ്റ്റഫ് ചെയ്യപ്പെടുകയും അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ നേരത്ത് എങ്ങനെ നമ്മളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം എന്നിടത്താണ് ഈ ഒരു കൺഫ്യൂഷൻ സ്ക്രിപ്റ്റിംഗിൽ വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോഴും മേക്കിംഗ് സ്റ്റൈൽ അതിഗംഭീരമാണ്. മുടക്കി എന്ന് പറയപ്പെടുന്ന പൈസയ്ക്ക് ആനുപാതികമായിട്ടുള്ള വിഷ്വൽ എലിമെന്റ്സ് സ്ക്രീനിൽ കൊണ്ടുവരുന്നതിലും യാതൊരു കുറവ് സംഭവിച്ചിട്ടില്ല. ചിത്രത്തിന്റെ പല പോരായ്മകളും കുറെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നതും ഈ ഒരു തരത്തിൽ വിഷ്വലി നമ്മളെ എൻഗേജ്ഡ് ആക്കി ഇരുത്തുന്നത് കൊണ്ട് തന്നെയാണ്. ഹരൺ ശങ്കർ എന്ന ക്യാരക്ടർ കൃത്യമായി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി സ്റ്റാർട്ട് ടു എൻഡ് ആ ഒരു കോംപ്ലക്സ് ബിഹേവിയർ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് ടൊവിനോ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ ചില മുൻപത്തെ ക്യാരക്ടേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചില നേരത്തൊക്കെ തോന്നുന്നെങ്കിലും ഇവിടെ ഈ കഥാപാത്രത്തിനും അവ സ്യൂട്ടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നിടത്ത് ഇറ്റ് ഫീൽസ് അഡിക്വേറ്റ്. തൃഷയുടെ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ തോന്നിയാൽ അത് പുള്ളിക്കാരി ചെയ്തത് കൊണ്ടുള്ള റെക്കഗ്നീഷൻ ആയിരിക്കും എന്നതിലുപരി കാര്യമായ പ്രാധാന്യം ചിത്രത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ പിന്നീട് അങ്ങോട്ട് തോന്നിയില്ല. പെർഫോമൻസ് കൊണ്ടും ക്യാരക്ടർ പ്രസന്റേഷൻ കൊണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിനയ് റോയുടെ അലൻ ജേക്കബ് എന്ന പോലീസ് കഥാപാത്രമാണ്. എസ്പെഷ്യലി ഇന്റർവെല്ലിന് ശേഷമുള്ള പോർഷൻസിൽ മറ്റ് ആക്ടേഴ്സിന് ശക്തമായ കോമ്പറ്റീഷൻ കൊടുക്കുന്ന പ്രകടനമാണ്. ആൻഡ് ഡബിംഗ് അതിന്റെ വലിയ സക്സസ് ഫാക്ടർ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഷമ്മി തിലകനും അദ്ദേഹത്തിന്റെ ക്യാരക്ടറും സിനിമയിൽ സ്ക്രീൻ സ്പേസിനപ്പുറത്തേക്ക് മറ്റൊരു നരേറ്റീവ് സ്ട്രക്ചറിലാണ് സ്ട്രെങ്ത് ആയി വരുന്നത്. അത് പറഞ്ഞു തരുന്നതിലുപരി സിനിമ കാണുമ്പോൾ പിടികിട്ടുന്ന ഒരു കമ്പോണന്റ് ആണ്. മേക്കിംഗ് കഴിഞ്ഞാൽ സിനിമയിലെ ഏറ്റവും മികച്ച ആസ്പെക്ട് ജെക്സ് ബിജോയുടെ മ്യൂസിക് ആണെന്ന് സംശയമില്ലാതെ പറയാം, എസ്പെഷ്യലി BGM. ആദ്യമേ പറഞ്ഞല്ലോ, മൂവിയോട് നമുക്ക് തോന്നുന്ന ഒരു കണക്ഷൻ സ്ക്രിപ്റ്റിംഗിലെ ഇഷ്യൂസ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യാവസാനം പറ്റിയ പോലെ തോന്നിയില്ല എന്ന്. അങ്ങനെ നിൽക്കുമ്പോഴും ചിത്രം നമുക്ക് മടുപ്പ് തോന്നാതെ അടുത്ത ഇൻട്രസ്റ്റിംഗ് പോർഷനിലേക്ക് എത്തുന്ന വരെയുള്ള സമയം നമ്മളെ ഹുക്ഡാക്കി ഇരുത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇതിലെ മ്യൂസിക് തന്നെയാണ്. ട്രാക്കുകളിലെ ഹൈസ് ആൻഡ് ലോസ് വേണ്ട പോലെ ഉള്ളത് കൊണ്ട് ഒരു ബോറടി വരാൻ സമ്മതിപ്പിക്കാതെ ചിത്രം കണ്ടു തീർക്കാൻ കഴിയും. ആക്ഷൻ കൊറിയോഗ്രാഫി വലിയൊരു ക്രെഡിറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫ്ലൈറ്റിൽ വെച്ചുള്ള ആ ഒരു സീക്വൻസ് ഒരു മലയാളം ഫിലിമാണ് നമ്മൾ കാണുന്നതെന്ന് പോലും ചിന്തിപ്പിക്കാത്ത തരത്തിലാണ് എടുത്തിട്ടുള്ളത്. ബട്ട് അപ്പോഴും വളരെ മികച്ചതെന്ന് പറഞ്ഞു കേട്ട ഒരു കാർ ചേസ് സീക്വൻസ് വേണ്ട പോലെ ഒരു രസം തോന്നിയില്ല, അതൊരു ആക്ഷൻ സീക്വൻസ് ആയിട്ട് കണക്കാക്കുമ്പോൾ. സിനിമാറ്റോഗ്രഫിയും ക്യാമറ മൂവ്മെന്റ്സും നന്നായിരുന്നെങ്കിലും അവിടെ തോന്നേണ്ട ത്രിൽ എലിമെന്റ്സ് ഒട്ടും വർക്ക് ആയില്ല. ചിത്രത്തിന്റെ ക്ലൈമാക്സും ഒരല്പം പോളറൈസിംഗ് ആണ്. ചിലർക്ക് വർക്ക് ആകും, ചിലർക്ക് തൃപ്തി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഒരു പോർഷൻ വരെ ചിത്രത്തിനോട് തോന്നുന്ന ഒരു അപ്രോച്ച് പോലെ ഇരിക്കും അവിടുത്തെ നിങ്ങളുടെ ഡിസിഷൻ. സോ ഓവറോൾ ഐഡന്റിറ്റി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ട്രെയിലേഴ്സിൽ നിന്നും ഉണ്ടായ ഒരു എക്സ്പെക്ടേഷൻ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈങ് ആണ് എന്നൊരു ഫീൽ കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും ടെക്നിക്കൽ ആസ്പെക്ട്സിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് മികച്ചതാകുന്നതിൽ ആക്ടേഴ്സും മ്യൂസിക്കും വിഷ്വൽസും ആക്ഷൻ സീൻസും വർക്ക് ആകുന്നത് കൊണ്ടും നിങ്ങൾ എൻഗേജ്ഡ് ആയി ഇരിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ കണ്ടാൽ
ടിക്കറ്റ് എടുത്ത കാശ് നഷ്ടമായി എന്നൊരു ഫീല് തരാത്തൊരു ടോപ്പ് നോട്ട് സിനിമാറ്റിക് വർക്കാണ് ഐഡന്റിറ്റി. കോൺസെപ്റ്റ്സ് കൂടിപ്പോയ കാരണം കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട ഒരു അവിയൽ പരുവത്തിലുള്ള സ്ക്രിപ്റ്റിനെ മറ്റ് ഫിലിം മേക്കിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് രക്ഷിച്ചെടുത്തിട്ടുള്ള തിയേറ്റർ വാച്ച് റെക്കമെൻഡ് ചെയ്യാവുന്ന സിനിമ. ചിത്രത്തിനെ പറ്റി ഇതേ ഒപ്പീനിയൻസ് തോന്നിയവരും എത്ര പോലും ഇഷ്ടപ്പെടാത്തവരും അതിഗംഭീര ചിത്രമെന്ന് അഭിപ്രായമുള്ളവരും ഉണ്ടാവും. എല്ലാവരുടെയും ഒപ്പീനിയൻസിനെ റെസ്പെക്ട് ചെയ്യുന്നു. സോ നിങ്ങളുടെയും ഫീഡ്ബാക്സ് കമന്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രൊഫഷണലായ റിവ്യൂയിങ് ഒന്നും അറിയാത്തത് കൊണ്ട് നിങ്ങളെപ്പോലെ മറ്റൊരു ഫിലിം ലവർ ഫ്രണ്ടിന്റെ അഭിപ്രായമായി കണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമല്ലോ അല്ലേ? കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കണം. മറ്റൊരു വീഡിയോ എത്രയും വേഗം കാണാം. അതുവരെ ബൈ.